ഇന്ന് വൈകിട്ട് നോക്കിയപ്പം കുറേ പയർ മീഡിയം പരുവായി നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് പറിച്ചെടുക്കാവുന്ന പരുവായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ എന്ന് പറയുന്നത് നല്ല നമുക്ക് മീറ്റർ പയർ പോലെ നല്ല നീളമുള്ളതും ചിലത് ബീൻസിൻ്റെ അത്രയും നല്ല നീളം കുറഞ്ഞതുമാണ്. ആദ്യമൊക്കെ പയർ പൂക്കുന്നില്ല, പയർ പിടിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിഷമം. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പിടിക്കുന്നുണ്ട്, നമുക്കൊരു വീട്ടാവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് അടുക്കളത്തോട്ടം മാതിരി ചെറിയ കൃഷി ചെയ്യുന്നത്. നമുക്ക് ഏക്കർ കണക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും അടുക്കളത്തോട്ടം മാതിരി ചെയ്യുന്നത്. ഇവിടെ ഇടയ്ക്ക് ആക്ഷൻ സോങ് പോലെ ഒരാൾ ഇടയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പാവലും അതുപോലെ തന്നെ കായ്ച്ചിട്ടിട്ടുണ്ട്. അതും അധികം അങ്ങനെ രാസവളം കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പാവൽ കുറച്ച് ചെറുതാണ്, അതിനി ആദ്യമായിട്ട് പിടിച്ചുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നട്ട് അത് ആദ്യത്തെ ഇല വന്ന് പൂത്ത് കായ്ച്ച് ഒക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അതിനുപരി അതിനെ പരിപാലിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് അതിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ അങ്ങ് മുഴുകിപ്പോവും. അങ്ങനെ മുഴുകിപ്പോയ സമയത്ത് ഒരെണ്ണത്തിനെ കാണാതെ പോയി. അത് ദാണ്ട് ഈ മണ്ണിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഈ 80s 90s കിഡ്സിൻ്റെയൊക്കെ അവധിക്കാലത്തെ പ്രധാന വിനോദമായിരുന്നു ഇവനിപ്പോൾ ഈ ചെയ്യുന്നത്. ഇവന് കുറച്ച് ഒരു യാദൃശ്ചികമായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ ചെയ്യുന്നത്. പക്ഷേ പണ്ട് കാലത്ത് ഇത് മെയിനായിട്ടുള്ളൊരു കളിയായിരുന്നു. പിന്നെ അവൻ്റെ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അടുപ്പിൽ വെച്ചിരുന്നത് കുക്കറോടെ കരിഞ്ഞു പോയിരുന്നു. കൊച്ചാണോ കുറ്റക്കാരൻ, ഞാനാണോ കുറ്റക്കാരി? ഉറപ്പായിട്ടും ഞാൻ തന്നെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു കാപ്പിയൊക്കെ ആയിട്ട് ഒരു കുറച്ച് ബജ്ജിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് അടിപൊളി മഴ. വൈബ് പിടിച്ചൊരു ഓരത്തിരുന്ന് കഴിക്കലും കഴിപ്പിക്കലും തുടങ്ങി. അടുത്ത വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.